ഇന്ന് രാത്രിയിലെ നമ്മുടെ സവിശേഷമായ ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 20-ാമത് വാക്യം ഉറക്കെ മൈക്കിൽ കൂടെ വായിക്കും. കേൾക്കാനും വായിക്കാനുമുള്ള അവസരങ്ങൾ ഉപയോഗിക്കുവാനായി ഓർപ്പിക്കുന്നു. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പിൻ. നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരിൽ 70 പേരെ അടുക്കൽ വിളിച്ചു. യേശുവിന് ശിഷ്യന്മാർ 12 അല്ലായിരുന്നു എന്നാ പറഞ്ഞതിൻ്റെ ഒരർത്ഥം. നമ്മളോടൊക്കെ എത്ര ശിഷ്യന്മാരുണ്ട്? 12 അല്ല. ഇപ്പോഴും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് ശുശ്രൂഷകന്മാർ, ശിഷ്യന്മാർ ഇപ്പോഴായി കഴിഞ്ഞു. അന്ന് താൻ ഈ ഭൂമിയിലായിരുന്ന കാലത്ത് തൻ്റെ ശിഷ്യന്മാരിൽ 70 പേരെ അടുക്കൽ വിളിച്ചിട്ട് ഈരണ്ടായിട്ട് മാറ്റി നിർത്തി. അങ്ങനെ ഒരു 35 ഗ്രൂപ്പുകാരെ നിർത്തിയിട്ട് അവരോട് പറയുക, രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാനും ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, പോയി നോക്കിക്കോളാൻ പറഞ്ഞവരെയും വിട്ടു. അവർ പോയി ഇതെല്ലാം ചെയ്തു നോക്കി. രോഗി സൗഖ്യമാകുന്നു, ഭൂതങ്ങൾ വിട്ടുപോകുന്നു, അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ നടക്കുന്നു. ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ശുശ്രൂഷ ഫലിച്ചാൽ അതിൻ്റെ സന്തോഷം ശുശ്രൂഷകന്മാർക്കേ അറിയത്തുള്ളൂ. ശുശ്രൂഷ ഫലിച്ചില്ലെങ്കിൽ ചാപ്പാട് കഴിക്കാൻ പോലും തോന്നുകയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ ശുശ്രൂഷിക്കുന്നതിന് മുമ്പേ അങ്ങ് കഴിക്കും. ഇന്നും അങ്ങനെ കഴിച്ചാൽ നിൽക്കുന്നു. നല്ല ഉഗ്രനൊരു ചാപ്പാടുമൊക്കെ അടിച്ചാ ഇവിടെ വന്ന് നിൽക്കുന്നു. ആ വാത്സല്യ സഹോദരിയുടെ കൈ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും കൂടാ. നല്ല ഭക്ഷണമായിരുന്നു, കഴിച്ചാ വന്ന് നിൽക്കുന്നു. അപ്പോൾ നോക്കണം, ആ 70 പേര് സന്തോഷത്തോടെ മടങ്ങി വന്നു. അവർ ചെയ്ത ശുശ്രൂഷകളൊക്കെ ഗുരുനാഥനോട് അറിയിച്ചു. കർത്താവ് ഇതെല്ലാം കേട്ട് മൂളിക്കേട്ട് തലയാട്ടി അവസാനം പറഞ്ഞു, എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കാൻ അത്രേ സന്തോഷിപ്പിൻ. ഇന്ന് രാത്രി പറയാൻ പോണ വിഷയം സ്വർഗത്തിൽ പേര് ചാർത്തപ്പെട്ടവരുടെ ആനന്ദമെന്ന്. സ്വർഗത്തിൽ പേര് ചാർത്തപ്പെട്ടവരുടെ ആനന്ദം. ഈ യോഗം കഴിയുമ്പോഴേക്കും എത്ര പേരുടെ പേര് സ്വർഗത്തിലുണ്ട് എന്നുള്ള നിശ്ചയം പ്രാപിച്ചിട്ട് വേണം വ്യക്തികൾ ഇവിടുന്ന് കടന്നു പോകാൻ. എനിക്കറിയാം, ഇവിടെ വന്നിരിക്കുന്നതെല്ലാം ഈ തലേ തുണിയിട്ടുമൊക്കെ ഇരിക്കുന്ന എല്ലാം പെന്തിക്കോസുകാരാണ്. അവിടെ ഇരിക്കുന്ന എല്ലാം പെന്തിക്കോസുകാരാണ്. പെന്തിക്കോസുകാരല്ലാത്തവരധികവും അകത്ത് കയറത്തില്ല. കേൾക്കുന്നവരുണ്ടായിരിക്കും, പുറത്തൊക്കെ നിൽക്കും. അതെന്താണെന്ന് വെച്ചാൽ ഇടയ്ക്ക് ഒരു ബീഡി കത്തിച്ച് വലിക്കാനും അതിനിടയ്ക്ക് ഇത് കേൾക്കാനും പാട്ട് കേൾക്കാനും ഒക്കെ ആയിട്ടാണ്. ഉള്ള പറയണമല്ലോ, ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത് പെന്തിക്കോസുകാരോടേ അല്ല. പിന്നെ നിങ്ങൾ എഴുന്നേറ്റ് പോകുമെന്നും വേണ്ട, അവിടെ ഇരുന്നോളി. ഞാനിന്ന് പ്രസംഗിക്കുന്നത് സ്വർഗത്തിൽ പേര് ചാർത്തപ്പെട്ടവരെ കുറിച്ചും അവരുടെ ആനന്ദത്തെക്കുറിച്ചുമാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ സ്വയമായി തന്നെ വ്യക്തികൾ ചിന്തിക്കണം. എന്ന് പറഞ്ഞാൽ സ്വയശോധന ചെയ്യണം. എൻ മനമേ, എൻ്റെ പേര് സ്വർഗത്തിലുണ്ടോ ഇല്ലയോ? ഞാനീ പ്രസംഗിക്കുന്നത് ഇവിടെ ഈ വെള്ള ഷർട്ടുമൊക്കെ ഇട്ടിരിക്കുകയും തലേ തുണിയിട്ടുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നവരോട് മാത്രമല്ല, മൈക്ക് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന പുള്ളിയോടും പാട്ടിന് കരുക്കളൊപ്പിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകളോടും. ഞാൻ 18 ആർട്ടിസ്റ്റുകളുടെ നടുവിൽ നിന്ന് പ്രസംഗിച്ച പാരമ്പര്യമുള്ളവനാണ്. 10-18 എണ്ണം ചുറ്റും നിന്ന് അതിന് നടുക്ക് നിന്ന് മണിക്കൂറുകൾ പറയുന്നത് കേൾക്കുന്നവരും അറിയത്തില്ല, ഞാനും അറിയത്തില്ല. ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ
എൻ്റെ 75-ാമത് വയസ്സാണ്. കഴിഞ്ഞ 55 വർഷം എൻ്റെ കർത്താവിനെ ഉയർത്തുവാനുള്ള ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് തന്നു. എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ അവരെൻ്റെ പ്രഭാഷണ ജീവിതത്തിലെ 6-ാം തലമുറയാണ്. ആ 5 തലമുറകളോട് സുവിശേഷം അറിയിക്കാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. ഇന്ന് രാത്രിയിലും ഈ തിരുവചനം ഏന്തിക്കൊണ്ട് നിൽക്കുന്നതിൻ്റെ ശക്തിയും അതിൻ്റെ വല്ലഭത്വവും അതിൻ്റെ സന്തോഷവും അനുഭവിച്ചുകൊണ്ടാണ് ദൈവസന്നിധിയിലായിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും തങ്ങളുടെ ചിന്ത തിരുവചനത്തിലേക്ക് കൊണ്ടുവന്ന് ദൈവവചനം ആസ്വദിക്കുവാനായി ഓർപ്പിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ, ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ, ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ, ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ, ആത്മമരണം മാറും, നീതിയിൽ അവർ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ, കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കുന്ന തന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവനാ. യേശുവിൻ സുവിശേഷം ദിവ്യമുപദേശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ, കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കാൻ അത്രേ സന്തോഷിപ്പിൻ. കേട്ടോ കേട്ടോ, സ്വർഗത്തിൽ പേരെഴുതിയിട്ടുണ്ടെന്ന് ഇന്നത്തെ ധ്യാനം ആരംഭിക്കുകയാണ്. സ്വർഗത്തിൽ പേരെഴുതുന്നെങ്കിൽ പേരെഴുതുന്ന പുസ്തകത്തിന്റെ പേരെന്താ? ഏത് പുസ്തകത്തിൽ? ഇതിന് അധികാരികളുണ്ട്. അവിടെ ചെന്ന് പറഞ്ഞത് രേഖപ്പെടുത്തണം. ആ രജിസ്റ്ററിൻ്റെ പേര് ജനന രജിസ്റ്റർ എന്നാണ്. വീട്ടിലാരെങ്കിലും മരിച്ചു പോയാൽ അതും ചെന്ന് പറയണം. അതെഴുതുന്ന പുസ്തകത്തിൻ്റെ പേര് മരണ രജിസ്റ്റർ എന്നാണ്. കല്യാണം കഴിക്കുന്നവരുടെ പേര് എഴുതുന്ന രജിസ്റ്റർ ഉണ്ട്, അതിന് കല്യാണ രജിസ്റ്റർ എന്നാണ് പറയുന്നത്. അത്യാവശ്യമായി ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യം വരുമ്പോഴാണ് വട്ടം കറങ്ങി നടന്ന പുള്ളികൾ പിന്നെ കിടന്ന് തപ്പും. അതെന്നാ കിട്ടത്തില്ല. സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നേരത്തെ അവിടെ ചെന്ന് പറയണം, ഇത് രേഖപ്പെടുത്തിയിരിക്കണം. ഇതുപോലെ സ്വർഗത്തിൽ പേരെഴുതുന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരെന്താ? ഫിലിപ്പി ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 3-ാമത് വാക്യം. സാക്ഷാൽ ഇണയാളിയായുള്ളോവേ, സാക്ഷാൽ ഇണയാളിയായുള്ളോവേ, അവർക്ക് തുണ നിൽക്കണമെന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലെമന്ത് മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. കേട്ടോ കേട്ടോ, ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലെമന്ത് മുതലായ എൻ്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. അല്ല, ഇടയ്ക്കൊരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ ക്ലെമന്ത് സ്ത്രീയോ പുരുഷനോ? ഉത്തരം പറയാം. ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. ക്ലെമന്ത് സ്ത്രീയോ പുരുഷനോ? അങ്ങനോട് ചോദിക്കണം. ഇതെന്താ എടുത്തു ചോദിച്ചെന്നറിയാവോ? ഒരിക്കൽ ഒരു ഉപദേശ പ്രസംഗം ഞാൻ കേട്ടതാ. തെക്കാലി ക്ലെമന്ത് എന്ന് പറയുന്ന സഹോദരി ഒരുപാട് ശുശ്രൂഷ ചെയ്തവളാണ്.
ഇനി അവളെ ഇട്ട് കഷ്ടപ്പെടുത്താതിരിക്കാൻ ഞാൻ പറയുക, അതൊരു സഹോദരി അല്ല. ക്ലമന്ത് പൗലോസിൻ്റെ കൂട്ടുവേലക്കാരിൽ ഒരുത്തൻ്റെ പേരാണ് മിസ്റ്റർ ക്ലമൻ്റ. ആ കൂട്ടുവേലക്കാരോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയ മാന്യ സ്ത്രീകളുണ്ടായിരുന്നു. അവരെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആകട്ടെ, പുസ്തകത്തിൻ്റെ പേര് കിട്ടി. പുസ്തകത്തിൻ്റെ പേര് ജീവപുസ്തകം. ജീവപുസ്തകം, ജീവന്റെ പുസ്തകം. ജീവപുസ്തകമെന്ന് ഈ പുസ്തകത്തിന് പേര് വരാൻ കാരണമെന്താ എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ മുമ്പേ ഇരുന്ന പോലെ മൗനമായിരിക്കും. അതുകൊണ്ട് എനിക്ക് ചോദിക്കാനും പറയാനും ഒന്നും വലിയ താല്പര്യമില്ല. അല്ല, നിങ്ങൾക്ക് പറയാമോ? ആർക്കെങ്കിലും പറയാമോ എന്തുകൊണ്ട് ഈ പുസ്തകത്തിന് ജീവപുസ്തകം എന്ന പേര് വന്നു? ആ ബാല്യം മുതലേ പഠിക്കേണ്ട ഭാഗങ്ങളായതെല്ലാം ഈ സ്ഥലത്ത് നമ്മുടെ സഭയുടെ ബാല്യകാലമാകയാൽ അതിനുവേണ്ടി ഞങ്ങളിങ്ങനെ തിരഞ്ഞെടുത്ത സബ്ജക്റ്റുകൾ ഒരുക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഈ പുസ്തകത്തിന് ആ പേര് ലഭിച്ചു? അതാ ചോദ്യം. ഇത് ജീവനുള്ളവരുടെ പേരെഴുതുന്ന പുസ്തകം അല്ല. ജീവനുള്ളവരുടെ എല്ലാം പേരെഴുതുന്ന പുസ്തകമാണെങ്കിൽ പോത്തിനും പോത്തച്ഛനും ജീവനുണ്ട്. അതുകൊണ്ട് പോത്തും പോത്തച്ഛനും ഒരുമിച്ച് ഈ പുസ്തകത്തിൽ എഴുതി ചേർക്കാൻ ഒക്കത്തില്ല. ആരുടെ പേരെഴുതും? ഉത്തരം ഇങ്ങനെയാ. ഈ പുസ്തകത്തിന് ജീവപുസ്തകം എന്ന് പേര് വരാൻ കാരണം ഈ പുസ്തകം ജീവനുള്ളവരുടെ പേരെഴുതുകയല്ല, ജീവൻ പ്രാപിച്ചവരുടെ പേരെഴുതുന്ന പുസ്തകമാണ്. ജീവനുള്ളവരും ജീവൻ പ്രാപിച്ചവരും തമ്മിൽ വ്യത്യാസമുണ്ട്. ജീവൻ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ജീവൻ നായകനായ യേശുക്രിസ്തുവിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരുടെ പേരെഴുതുന്ന പുസ്തകമാണ് ഈ പുസ്തകം. അതുകൊണ്ടാണ് ഇതിന് ജീവപുസ്തകം എന്ന പേര് വന്നത്. ഇത് ഞാൻ എടുത്തു പറയുമ്പോൾ ജീവൻ ഉള്ളപ്പോൾ തന്നെ ജീവനില്ലാത്ത പുള്ളികളുണ്ട്. നിങ്ങൾ വളരെ ശാന്തമായി ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഞാനിത് പതുക്കെ പറഞ്ഞു തരുന്നത്. അതിന് തെളിവ് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1-ാമത് വാക്യം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 1-ാമത് വാക്യം. എഫെസോസിലെ സഭയുടെ ദൂതനെ എഴുതുക, 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തോലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തോലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും. എനിക്കൊരു തെറ്റ് പറ്റി. 3-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിച്ചാൽ സർദീസിലെ സഭയുടെ ദൂതനെ എഴുതുക. അവിടെ 3 എഴുതിക്കോണേ. ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവനെന്നു പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. അതാ പ്രശ്നം. പേര് കേട്ടാ തോന്നും ആള് ജീവിച്ചിരിപ്പുണ്ടെന്ന്. നേരെ അറിയുമ്പോ മനസ്സിലാകും ആള് ചത്തതാണ്. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. ഇങ്ങനെ മരിച്ചു കിടക്കുന്ന ഒത്തിരി എണ്ണം ഈ വേദപുസ്തകത്തിലുണ്ട്. അതിൽ 2-3 എണ്ണത്തെ ഒന്ന് പരിചയപ്പെട്ടിട്ട് ബാക്കി ഭാഗത്തേക്ക് നമുക്ക് നീങ്ങാം. ആരൊക്കെയാ ജീവനുള്ളപ്പോൾ തന്നെ ചത്തുകിടക്കുന്നവർ? ഉൽപ്പത്തിയിലേക്ക് കടന്നു പോകാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ തേജോമയനായ ദൈവം തൻ്റെ സൃഷ്ടിയായ മനുഷ്യർ കൊടുക്കുന്ന അരുളപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചോണം. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം. ഇഷ്ടം പോലെ തിന്നാം. എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള
അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. തിന്നുന്ന നാളിൽ നീ മരിക്കും. ആദമനോട് കൊടുത്ത കൽപ്പനയാണ്. ആദം തിന്നു, ചത്തില്ല. ഒരിക്കലേ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഒരു ശീർഷകം വായിക്കാനിടയായി തീർന്നു. അതിനകത്ത് ഇങ്ങനെ എഴുതിയിരുന്നു, യഹോവയുടെ നുണ. അതെന്നാ? തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് പറഞ്ഞു. ആദം മരിച്ചില്ല. 930 സംവത്സരം ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു എന്നെഴുതിയിരിക്കുന്നു. ആദം 930 കഴിഞ്ഞപ്പോൾ ചത്തുപോയി. അല്ല, ഇപ്പം അതൊന്നിങ്ങനെയുള്ളതൊന്നും കാണുന്നില്ല. ഇപ്പം വായിക്കുന്നവർ വളരെ കുറവ്. 1. 2, ഇങ്ങനെയുള്ള എഴുത്തുകൾ ഉണ്ടെങ്കിൽ തന്നെയും അത് യൂട്യൂബിലൊക്കെ ഇച്ചിരിച്ചിട്ടങ്ങ് വിടത്തേ ഉള്ളൂ. ഞങ്ങളുടെ കാലത്തൊക്കെ ഇങ്ങനെ വലിയ 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 എഴുത്തുകളൊക്കെ വരും, വായിക്കും, പഠിക്കും, വാദിക്കും. അങ്ങനെയൊക്കെ ഒരു ചെറുപ്പകാലമുണ്ടായിരുന്നു. അന്ന് എനിക്കും തോന്നി, ശരിയല്ലടാ, യഹോവയായ ദൈവം നുണ പറഞ്ഞുള്ള ശരിയാ. എന്നാൽ പിന്നീട് മനസ്സിലായി, തമ്പുരാൻ നുണ പറയത്തേയില്ല. നുണ പറയുന്നവരെ ശിക്ഷിക്കുന്നവനാ ദൈവം. അതെന്താ? നമ്മുടെ 1000 സംവത്സരം തികഞ്ഞെങ്കിലേ ദൈവത്തിൻ്റെ കലണ്ടറിലെ ഒരു ദിവസമാകത്തുള്ളൂ. തിരുവചനം അങ്ങനെയാ പറയുന്നത്. നമ്മുടെ 1000 സംവത്സരം അവൻ്റെ ദൃഷ്ടിയിൽ ഒരു ദിവസം പോലെയും ഇന്നലെ കഴിഞ്ഞു പോയ രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നരകുലത്തിൽ ആദമിൻ്റെ കുലത്തിൽ ആദമിൻ്റെ രക്തത്തിൽ പിറന്ന ഒരൊറ്റ കുഞ്ഞുങ്ങൾ ഒരു ദിവസം ജീവിച്ചിരുന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്നത് ആളിനെ കുറിച്ച് പറയാൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ട്? കൈവൊക്കെ പിടിക്കേ. ഒരാളെ ഉള്ളത്, എന്നോളം പ്രായമുള്ള ആളാ. അവിടെ ഒരാൾ എന്നേക്കാൾ പ്രായം കുറഞ്ഞ ആളാ. 2-3 ഉപദേശിമാർക്കറിയാം. നിങ്ങൾക്കറിയാവോ? ഇല്ല. ആർക്കാ അറിയാവുന്ന? ആരാമേ? ഉറക്കെ പറയണേ, എനിക്ക് ഇച്ചിരി ചെവിക്ക് കേൾവിക്കുറവുണ്ട്. മെഥുശലഹൻ എന്നാണോ പറഞ്ഞത്? എത്ര കാലം? 969 വർഷം. അത് കഴിഞ്ഞപ്പോൾ അങ്ങേരും ചത്തു. ചുരുക്കി പറഞ്ഞാൽ ഒരു ദിവസം ദൈവദൃഷ്ടിയിൽ മനുഷ്യകുലത്തിൽ പറഞ്ഞ ഒരുത്തനും ജീവിച്ചിരുന്നില്ല. ഈ ആദം പോലും 930 തട്ടിപ്പോയി. അപ്പൊ തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് പറഞ്ഞ കൃത്യമായി നടന്നിരിക്കുന്നത്. പോകട്ടെ, ഇപ്പൊ ഇരിക്കുന്ന സകല എണ്ണവും ഈ മരണത്തിൻ്റെ അംശികളായി പാപം അകത്ത് പ്രവേശിച്ചത് കൊണ്ട് മരണത്തിൻ്റെ ദാസീദാസന്മാരായി പിറന്നു വീണവരാ നാം എല്ലാവരും. നമ്മളാരും പാപം ചെയ്ത് പാപികളായതല്ല. എല്ലാവരും വിഷമിക്കരുത്. നമ്മളാരും പാപം ചെയ്ത് പാപികളായതല്ല. പാപം ചെയ്ത് പാപിയായത് ആദമും ഹവ്വായുമാണ്. നമ്മൾ ഈ പാപത്തിൽ ജനിച്ചു വീണവരാ. നമുക്ക് പാപം ജന്മാവകാശമാണ്. വെള്ളത്തിൽ മീൻ പിറക്കുന്നത് പോലെ. അയ്യോ, അതിനകത്ത് വീഴും, ശ്വാസം മുട്ടി ചത്തുപോയില്ല. അതതിനകത്ത് പിറക്കുവാൻ ദൈവം അനുവദിച്ചിരിക്കുന്നത് കൊണ്ട് അതിനകത്ത് തന്നെയാണ് ഇതിൻ്റെ വായു ഒക്കെ ഉള്ളത്. ഇതുപോലെ മനുഷ്യൻ പാപത്തിൽ പിറന്നവനാ. ഇങ്ങനെ പിറന്നവർ, പാപത്തിൽ പിറന്നവർ മരിച്ചവരാ. ഇങ്ങനെയുള്ളവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതത്തില്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ആരാ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവർ? നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 24-ാമത് വാക്യം. ലൂക്കോസ് 15:24. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് ഒരുമാതിരി വല്ലപ്പോഴുമെങ്കിലും പുസ്തകം വായിക്കുന്നവർക്കെല്ലാം അറിയാം. ഈ പുള്ളിയുടെ പേരില്ല, നാട്ടുകാർ ചേർന്നിട്ട പേരാണ് മുടിയനായ പുത്രൻ. ഒരപ്പന് 2 മക്കള്. മൂത്തവൻ സൽ സ്വഭാവി, അപ്പനെ വിട്ടെങ്ങും പോകത്തില്ല. വീട്ടുകാര്യങ്ങളെല്ലാം നോക്കും, വയലിൽ പോയി കൃഷികാര്യങ്ങൾ നോക്കും,
വന്ന് വീട്ടിൽ തന്നെ പാർക്കും. എന്നാൽ രണ്ടാമൻ സ്വല്പം പെശക. തള്ള ഇല്ലെന്നാ തോന്നുന്നു, തള്ള മരിച്ചു പോയി കാണും, ഇല്ലെങ്കിൽ തള്ളയുടെ കാര്യം പറഞ്ഞേനെ. രണ്ടാമൻ അപ്പനോടൊരിക്കൽ പറഞ്ഞു, എനിക്ക് വല്ലതും കിട്ടാനുണ്ടെങ്കിൽ തരാനുണ്ടെങ്കിൽ തരണം, എനിക്ക് ഇച്ചിരി ദൂരെ പോയി പഠിക്കണം, ഇതുകൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല. അതുകൊണ്ട് അപ്പൻ ചോദിച്ചാടാ നീ എന്തിനാ ഇങ്ങനെ പോകുന്നത്? അതൊക്കെ എനിക്ക് ദൂരെ പോകണം. അപ്പൻ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതൊക്കെ ഇപ്പോഴത്തെ ഞങ്ങളുടെ സ്റ്റാറ്റസ് വേറെ. അപ്പനുവിന് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു. അവനോ അത് മൊത്തം വിറ്റ് കാശാക്കി. കാശ് കൊണ്ട് കീശ നിറച്ചു. വലിയ ബാഗ് വാങ്ങിച്ചത് നിറച്ച് കാശ് കുത്തി കയറ്റി സിപ്പും വലിച്ചിട്ട് തോളത്തിട്ടപ്പോൾ തോളത്ത് താങ്ങാൻ ചിലർ കൂടെ വന്നു. കൂട്ടുകാരൊക്കെ അടുത്ത് വന്നു. ഇവൻ്റെ താമസം ലോഡ്ജിലായി. നല്ല ലോഡ്ജ് നോക്കിയെടുത്ത് അവിടെ താമസവും ചീട്ടുകളിയും കൂത്തും ചാപ്പാടും കടിച്ചു പറിച്ച് തിന്നുന്നതും ഒക്കെ തുടങ്ങി. ഇപ്പം ഇങ്ങനെയൊക്കെ വന്നപ്പം കൂട്ടുകാരൊക്കെ ഒരുപാട് കൂടി. കാശുകാരൻ്റെ കൂട്ടുകാരില്ലേ, അവരെല്ലാം കൂടി. കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ്റെ സഞ്ചി കുറച്ച് ഒട്ടി കാശ് കിട്ടിയത് മൊത്തം തട്ടിപ്പോയി. ഒട്ടി നിന്നവരെല്ലാം വിട്ടുപോയി. ആരുമില്ലാത്ത പരുവത്തിന് അവസാനം ഈ സഞ്ചിയും അവൻ വിറ്റു. കാരണം വണ്ടിക്കൂലിക്കോ ഒരു നേരത്തെ ചായക്കോ കാശ് വേണ്ടി. അവസാനം നിവൃത്തിയില്ലാതെ, ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ വലഞ്ഞവൻ നാട്ടിലെ ഒരു പ്രമാണിയെ ചെന്ന് കണ്ട് ഒരു ജോലിക്കൊരു അപേക്ഷ കൊടുത്തു. അയാളവൻ്റെ അപേക്ഷ കേട്ടു. ഇവനൊരു ജോലിയും കൊടുത്തു. ജോലി കേൾക്കണമല്ലോ, നിങ്ങൾക്കറിയാമല്ലോ, പന്നിയെ തീറ്റുന്ന ജോലിയാണ്. അപ്പോൾ ഇവൻ പന്നികൾ തിന്നുന്ന വാളവര എന്ന തവിട് കൊണ്ട് വയറ് നിറയ്ക്കാൻ പലയാവർത്തി നോക്കി. പക്ഷേ ഇവൻ കൈയിട്ട് വാരുന്നതിന് മുമ്പ് പന്നി വന്ന് തലയിടും. പിന്നെ ഇവൻ ചെന്നാൽ ഇവനെ ഇടിക്കും, പന്നി കൊല്ലും. ഇവനങ്ങനെ പലയാവർത്തി പട്ടിണി കിടന്ന് ഒരു ദിവസം വിചാരിക്കുക, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എത്രയോ ആ ജോലിക്കാർ തിന്ന് ശേഷിപ്പിക്കുന്നു, ഞാനിവിടെ പട്ടിണി കിടന്ന് വലയുക. ഇവനെക്കുറിച്ച് സൈമൺ സാർ ഒരു പല്ലവി എഴുതിയത് ഞാൻ ഇടയ്ക്ക് ഒന്ന് പാടി. എന്തിനാന്ന് ചോദിച്ചാൽ, എൻ്റെ കൂട്ടുതൊഴിലാളികൾ അവരിങ്ങനെ ചുമ്മാതിരിക്കുന്ന എനിക്കിഷ്ടമല്ല, അവർ പണി ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഇടയ്ക്ക് അവരുടെ സഹായം കൂടെ ഞാൻ ആവശ്യപ്പെടും. ഇവനെ പെട്ടെന്ന് ഇടണം ഇത്. പന്നികൾ തിന്നുന്ന തവിടു പൂജിച്ച, പന്നികൾ തിന്നുന്ന തവിടു പൂജിച്ച, നിന്യമകാലങ്ങൾ മറന്നുപോയി സാധോ. പന്നികൾ തിന്നുന്ന തവിടു പൂജിച്ച, നിന്യമകാലങ്ങൾ മറന്നുപോയി സാധോ. മന്നവനെ തിരുമേശയിൽ നിന്നു സ്വർണ്ണകേര ഭോജനം ഞാൻ തിന്നു വരുന്ന കാരുണ്യപൂരാ കടലെ കരളാലെ യുഗദിന മനുകാരുണ്യപൂരാ കടലെ കരളാലെ യുഗദിന മനുകാരുണ്യപൂരാ കടലെ. കാരണനായ പരാപരനേയൻ മരണകാരി മഹാസുര ചേർത്തും തിരയുടച്ചുതകർപ്പതിനായി ധീരതയോടവനിയിലവതരിച്ചോ. കാരുണ്യപൂരാ കടലെ കരളാലി യുഗദിന മനുകാരുണ്യപൂരാ കടലെ. പന്നികൾ തിന്നുന്ന തവിട്, അതിന് പേരെ മുമ്പേ ഞാൻ പറഞ്ഞു വാളവര. അത് തിന്നാനായിട്ട് തുടങ്ങി കിട്ടിയില്ല. അപ്പോഴാ അപ്പൻ്റെ വീടിനെ കുറിച്ചുള്ള ഓർമ്മ വന്ന് ഇവനവിടെ എല്ലാം ഇട്ട് കളഞ്ഞിട്ട് നടന്നെന്ന് പറഞ്ഞാൽ ഇവൻ്റെ ചെരുപ്പെല്ലാം തേഞ്ഞ് നടുക്കൊരു വൃത്തമൊക്കെ ആയി. അതും വരച്ചുകൊണ്ടാണ് നടപ്പ്. വീക്ഷയെല്ലാം വളർന്ന്, തലമുടിയും വളർന്ന്, അങ്ങനെയുള്ളവരെയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൻ്റെ വീട്ടിൽ ദൂരത്തായതായ കുഴപ്പം. അവൻ ദൂരത്തുനിന്ന് വരുന്ന കണ്ടിട്ട് അപ്പൻ ഇവന് വേണ്ടി കാത്തിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ഇവൻ മടങ്ങി വരും എന്നപ്പന് നന്നായിട്ടറിയാം. അപ്പൻ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പുണർന്ന് ഗാഠഗാഠം പുണർന്ന് ഊടമോദം നിർഭൻ കൂടത്തലയിൽ മുകർന്നുടൻ ആയുഷ്മാനാകുക പിന്നെയും ആശിഷുകൾ ഉര ചെയ്ത് നിർത്തിയിടാൻ എന്ന് കവിവര്യൻ പാടിയതുപോലെ ധാരാളമായി അവനെ പുണർന്ന് അവനെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ പറഞ്ഞ വാക്കാണ് ഇവിടെ നമ്മൾ വായിച്ചത്. എൻ്റെ ഈ മകൻ
ഏതാ? ഈ ഇറങ്ങിപ്പോയ ഈ മുടിയൻ മരിച്ചവനായിരുന്നു, ഇപ്പോഴോ ജീവിച്ചിരിക്കുന്നു. ആരാ മരിച്ചവര്? അപ്പന്റെ വീട് വിട്ട് അകലങ്ങളിലേക്ക് പോയവരെല്ലാം മരിച്ചവരാണ്. ഇന്ന് രാത്രിയിലിരിക്കുന്ന ഓരോ വ്യക്തിയും സ്വയശോധന ചെയ്യണം. നീ അപ്പന്റെ വീട്ടിലോ അകലങ്ങളിലോ? എങ്ങനെയാ ഇത് കണ്ടുപിടിക്കുന്നത്? ശാപ്പാട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നീ കഴിക്കുന്ന ഭക്ഷണം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ മുടിയനായ പുത്രനോട് ചോദിക്കണം, ഇന്നലെ എന്താ കഴിച്ചത്? അവൻ പറയും, ഇന്നലെ ഞാൻ വാളവര കഴിച്ചായിരുന്നു. മെനഞ്ഞാന്നോ വാളവര കഴിച്ചായിരുന്നു. അതിൻ്റെ തലേന്ന് വാളവര. എന്നും കൊന്നും എന്നും വാളവരയായിരുന്നു. എന്നും കൊന്നും വാളവര. ആത്മീയ ഭക്ഷണം നോക്കണം. കഴിഞ്ഞ ആഴ്ച ചൊല്ലിയത് തന്നെയല്ലയോ അതിനങ്ങേ ആഴ്ച ചൊല്ലിയത്? അതിനങ്ങേ ആഴ്ച ചൊല്ലിയതല്ലയോ മുൻതലമുറകളൊക്കെ ചൊല്ലിയത്? എന്നും കൊന്നും ഒരേ ചൊല്ലിത്ത് എന്ന് നീ കഴിക്കുന്നത് വാളവരയാ. അപ്പന്റെ വീട്ടിലല്ല, ഒത്തിരി അകലങ്ങളിലാ. അങ്ങനെയുള്ളവരെ തിരിച്ചു വിളിച്ച് അപ്പന്റെ വീട്ടിൽ കൊണ്ടുവരുവാനാണ് ഇങ്ങനെയുള്ള സുവിശേഷ യോഗങ്ങൾ ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. നീ വാർത്ത അറിയണം, വിവരമറിയണം, വിളിച്ചു പറയണം. ഞാൻ അപ്പന്റെ വീട്ടിൽ നിന്ന് അകലങ്ങളിലായിരുന്നു, ഇന്ന് ഞാൻ എൻ്റെ അപ്പന്റെ വീട്ടിലേക്ക് വരികയാ. എന്തിനാണെന്ന് ചോദിച്ചാൽ അപ്പന്റെ വീട്ടിലെ ആനന്ദം ആസ്വദിക്കുവാൻ. കേട്ടോ? സന്ധ്യയായപ്പോ പാട്ടും കൊട്ടും മേളവും. നാളെയും ഉണ്ട്, നാളെയും വരണം. അതെന്താ? മടങ്ങി വന്നവന്റെ ആനന്ദമായി കാണുന്നത്. അപ്പന്റെ വീടുകളിൽ നിന്ന് അകലങ്ങളിലേക്ക് പോയിട്ട് മടങ്ങി വന്നവരുടെ ആനന്ദമാണ് ഈ കയ്യടിയും പാട്ടും. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പനോടെ വെച്ച് വിളിച്ചു പറയുന്നൊരു വാക്കുണ്ട്, നോക്കി നിൽക്കുന്നോടാ, പോയി വിളിച്ചോണ്ട് വാടാ. വെടിക്കെട്ടുകാരി വേണം, കൊടിക്കൂറ വേണം, കൊട്ടും കുഴലുവിളിയും ഒക്കെ വേണം. സംഗീതം ആരംഭിക്ക്. അതെന്തിനാ? കാളെ ഇറക്കട. അതെന്തിനാ? അപ്പ, എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, ഇപ്പോഴോ ജീവിച്ചിരിക്കുന്നു. കാണാതെ പോയിരുന്നു, ഇപ്പോഴോ കണ്ടുകിട്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ഇടങ്ങളിലാണ് പാട്ടും ആനന്ദം. അല്ല, ഞാൻ പറഞ്ഞതേ, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചത്തവരുണ്ട്. ആരാ ജീവിച്ചിരിക്കുമ്പോൾ ചത്തപുള്ളികൾ? നമുക്ക് തിമോത്തിയോസിന്റെ ലേഖനത്തിലേക്ക് കടന്നു വരാം. 1 തീമോത്തി 5-ാം അധ്യായം അതിന്റെ 6-ാമത് വാക്യം. കാമുകിയായവളോ ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ. ഞാനൊരിക്കൽ അമേരിക്കയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗം കഴിഞ്ഞിറങ്ങിയപ്പം ഒരു 10-60 വയസ്സ് പ്രായമുള്ള ഒരു അമ്മച്ചി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ദേവദാസ, അവിടെ ഒക്കെ വരുമ്പോൾ ചൊവ്വയൊക്കെ പറഞ്ഞേക്കണം. ഏതാ? അമ്മച്ചിക്ക് ഇപ്പം 60 അതുകൊണ്ടാണ്. അവിടെയൊക്കെ വരുമ്പോൾ ചൊവ്വയൊക്കെ പറഞ്ഞേക്കണം. ഞാൻ ചോദിച്ചാൽ തരാമേ, ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ട്, കൊച്ചുങ്ങളെല്ലാം വഷളാ. ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ അമ്മയ്ക്ക് മനസ്സിലായി? ഞാൻ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അമ്മയുടെ ഈ പ്രായത്തിൽ ആരായിരുന്നു അമ്മയ്ക്ക് പോലും പിടിയില്ല. പ്രായമല്ല ഇതിൻ്റെ വിഷയം, നിന്റെ വികാരങ്ങളായി ഇതിൻ്റെ വിഷയം. കാമുകിയായവളോ ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ. രക്ഷിക്കപ്പെട്ടാൽ പേന പോലും രക്ഷിക്കപ്പെടും. ആവശ്യമില്ലാത്ത എഴുത്ത് നിന്റെ പേനയുടെ തുമ്പിൽ വരികയില്ല. പണ്ടായിരുന്നു എഴുത്തൊക്കെ, ഇപ്പം എഴുത്തിൻ്റെ ആവശ്യം എന്തോ? കിക്കട കിടക്കടോ പിന്താ പോകുന്നു. എവിടെ പോവാ? പോകുന്നു. അത് എവിടെ പോവാ? തോമാച്ചൻ്റെ ഇതിനകത്ത് ചെന്ന് വീണ് കിടിങ്. അവൻ നോക്കിയപ്പോൾ റോസമ്മ അയച്ചതാ. കിടിങ്. ഓരോ ഞൊട്ട് മതിയല്ലോ പാപത്തിന്. ഒരു ഞൊട്ടിലൊരു പാപം തീരും. നിന്നെ കൊണ്ട് കെട്ടിയിരിക്കുന്നത് നരകത്തിൻ്റെ തൊട്ടിപ്പുറത്ത് കുറ്റിയടിച്ച് കെട്ടിയിരിക്കുക. ഇവിടുന്നുള്ള വിടുതലിന് വേണ്ടിയിട്ടാണ് ഇന്ന് രാത്രി ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നത്. കാമുകിയായവളോ ജീവിച്ചിരിക്കൽ തന്നെ ചത്തവൾ. കാമുകനായവനോ കേസില്ല, നടക്കുമ്പോൾ തന്നെ കൊലയാളി. വിടത്തില്ല തമ്പുരാൻ. ഒരു ദൈവ പൈതലായി ജീവിക്കണം. അല്ലാത്തവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതത്തില്ല.
ഇങ്ങനെ മരിച്ചു കിടക്കുന്നവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതത്തില്ല. ആരാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചത്തവർ? നമുക്ക് റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 13-ാമത് വാക്യം വായിക്കാം. റോമർ 8:13. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. അതാ, ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നോ മരിക്കും. അങ്ങനെയുള്ളവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതത്തില്ല. പിന്നെ ജീവൻ പ്രാപിച്ചവരുടെ പേരെ എഴുതുള്ളൂ. ആമേൻ. ഒരു വാക്യം കൂടെ ആ ഭാഗത്ത് നിന്ന് വായിച്ചിട്ട് നമ്മൾ ആ ഭാഗം വിടും. അത് എഫെസ്യ ലേഖനം 2-ാം അധ്യായം 5-ാമത് വാക്യമാണ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 5-ാമത് വാക്യം. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അതിക്രമങ്ങളാൽ മരിച്ചു കിടക്കുന്നവർ, ഇങ്ങനെയുള്ളവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഇല്ല. ഇനി പറയാൻ പോണത് ആരുടെ പേരുണ്ടെന്ന് അറിയണം. അപ്പോൾ മാത്രമേ നമ്മുടെ കാര്യം ക്രമീകരിക്കാൻ ഒക്കത്തുള്ളൂ. ദേശനിവാസികളെ, വിദൂരങ്ങളിൽ തിരുവചനം കേൾക്കുന്നവരെ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ പവറുള്ള സിസ്റ്റമൊക്കെ ഞങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ഇതൊന്നുമില്ല. ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ ഇറങ്ങിയ കാലത്ത് ആദ്യം ചെയ്യുന്ന പണി മരത്തേക്കയറ്റവാ. തെങ്ങേലേ ഒരെണ്ണം ഈ തോളത്ത്, ഒരെണ്ണം ഇങ്ങേ തോളത്ത്, ഒരെണ്ണം കൈയുടെ ഇവിടെ ഇട്ടുകൊണ്ട് ഒറ്റക്കൈ കൊടുത്ത് തെങ്ങേക്കൂടെ മേലോട്ട് കയറുക. എന്താന്നോ, സ്പീക്കർ വെച്ച് കെട്ടാൻ. ഞാൻ എത്ര തെങ്ങേ കയറിയവനാണെന്നറിയാവോ? ഒരെണ്ണം അങ്ങോട്ട്, ഒരെണ്ണം ഇങ്ങോട്ട്, ഒരെണ്ണം അങ്ങോട്ട്, എന്നിട്ട് താഴെ ഇറങ്ങി മറ്റേത് കയറി ഒരെണ്ണം ഇങ്ങോട്ട്. അങ്ങനെ തുടങ്ങി ഇവിടം വരെ വന്നത്. തല നരച്ചിട്ടും പിന്നെയും കിടത്തിയേക്കാ തമ്പുരാൻ. എന്തിനാ? ബാക്കിയുടെ പണി ചെയ്തിട്ട് പോയാൽ മതി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ശബ്ദവാഹിനിയൊക്കെ നല്ല പവറുള്ളത് വെച്ചിരിക്കുന്നത് ദേശനിവാസികളെല്ലാം കേൾക്കണം. എന്താ, നീ കേൾക്കാതെ പോയാൽ ഞങ്ങൾക്കാ കുഴപ്പം, കേട്ടേച്ച് പോയാൽ തന്നെത്താൻ കുഴപ്പമാണ്. അതുകൊണ്ട് ഞങ്ങൾ ഉറക്കം വിളിച്ചു പറയുകയാണ്, ആരുടെ പേരാ ജീവന്റെ പുസ്തകത്തിലുള്ളത്? വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു. നമുക്ക് എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 23-ാമത് വാക്യം വായിക്കാം. എബ്രായ ലേഖനം 12-ാം അധ്യായം 23-ാമത് വാക്യം. സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും. കേട്ടോ, ആദ്യജാതന്മാരുടെ പേരാണ് സ്വർഗത്തിൽ എഴുതുന്നത്. ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ 8 മക്കളിലുള്ള മൂത്തവൻ ഒരു പൊട്ടനാണേലും അവന്റെ പേരങ്ങ് കാച്ചിയേക്കാമെന്നല്ല. അത് മുമ്പേ ഉണ്ടായവനല്ല ആദ്യജാതൻ. ആരാ ആദ്യജാതൻ? തിരുവചനത്തിൽ ആദ്യജാതനെ പരിചയപ്പെടുത്തുന്നത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാമത് വാക്യത്തിൽ ആദ്യജാതനെ പരിചയപ്പെടുത്തുന്നുണ്ട്. വായിക്കുന്നു, ശ്രദ്ധിച്ചാട്ടെ. വിശ്വസ്ത സാക്ഷിയും മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ യേശു ക്രിസ്തുവിങ്കൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ആരാണ് ആദ്യജാതൻ? മരിച്ചവരിൽ നിന്ന് ആദ്യജാതൻ, ഭൂരാജാക്കന്മാർക്ക് അധിപതിയായി പേരെടുത്തു പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിൽ നിന്ന് ഹല്ലേലൂയ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ആരാ ആദ്യജാതൻ? നസ്രേനായ യേശു. പിന്നെ പിള്ളയിൽ നിന്ന് ജനിച്ചവനാ പിള്ള, രാവുത്തറിൽ നിന്ന് ജനിച്ചവനാ രാവുത്തർ, അയ്യരിൽ നിന്ന് ജനിച്ചവൻ അയ്യർ. ആദ്യജാതനിൽ നിന്ന് ജനിച്ചവൻ ആദ്യജാതൻ. ക്രിസ്തു എന്ന ആദ്യജാതനിൽ നിന്ന് ജനിച്ചവൻ ആദ്യജാതൻ. അങ്ങനെയുള്ളവരുടെ പേരെഴുതുന്ന പുസ്തകമാണ് ജീവന്റെ പുസ്തകം.
മനസ്സിലായവർ മാത്രം കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്തേ. അല്ല, നിങ്ങൾ ഈ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട എനിക്ക് തോന്നും എല്ലാം ഉറഞ്ഞങ്ങിരിക്കുകയാണ്. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പരിടത്തിൽ വന്ന നാമം. കൈയടിച്ച് പാട്. പാപപരിഹാരാർത്ഥം പാതകരെ തേടി പാരിടത്തിൽ വന്ന നാമം. പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പാപമറ്റ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനമാം പുണ്യനാമം. ഓ യേശുനാമം അതിശയനാമം ഏഴെനിക്കെന്ത നാമം. ഓ യേശുനാമം അതിശയനാമം ഏഴെനിക്കെന്ത നാമം. ഓ എല്ലാ നാമത്തിനും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ നാമത്തിനും മേലായ നാമം ഭക്തജനം വാഴ്ത്തും നാമം. എല്ലാ മുഴക്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. എല്ലാ മുഴക്കാലും മടങ്ങിടും തിരുമുൻപിൽ വല്ലഭത്വമുള്ള നാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴെനിക്കെമ്പ നാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴെനിക്കെമ്പ നാമം. ക്രിസ്തു യേശു എന്ന ആദ്യജാതനിൽ നിന്ന് ജനിച്ച ആദ്യജാതന്മാരുടെ പേരെഴുതുന്ന പുസ്തകമാണ് ജീവന്റെ പുസ്തകം. ഞാൻ എൻ്റെ ക്രിസ്തുവിനെ ഒരു വാചകത്തിൽ ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. അനന്തതയുടെ അണിയറയിൽ ആദിക്ക് ദൈവമാം യാഹിനാൽ അനാദി കാലങ്ങൾക്ക് മുമ്പ് സൂക്ഷിക്കപ്പെട്ട ഗോതമ്പ് മണിയാണ് ക്രിസ്തു. കാലത്തിൻ്റെ തികവിങ്കൽ ഈ പാപലോകത്തിലെ ചേറ്റുകണ്ടത്തിൽ വിതയ്ക്കപ്പെട്ടു. കാലത്തിൻ്റെ പ്രതികൂല അനുകൂല സാഹചര്യങ്ങളിൽ കിളിർത്ത് വളർന്ന് ഗദസമനയിൽ വെച്ച് കൊയ്യപ്പെട്ടു. പീലാത്തോസിന്റെ അരമന മുതൽ കാൽവറി വരെയും മെതിക്കപ്പെട്ടു. കാൽവറിയുടെ തിരികല്ലിൽ പൊടിക്കപ്പെട്ട് എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ കാൽവറിയുടെ ബോർമയിൽ, കാൽവറിയുടെ തീച്ചൂളയുടെ ബോർമയിൽ ബന്ധ 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 ജീവന്റെ അപ്പമായി പുറത്തിറങ്ങി വന്ന ജീവന്റെ അപ്പമാണ് ക്രിസ്തു. കരങ്ങൾ വീശി വീശി നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഇവനാണ് ജീവന്റെ അപ്പം, ഇവനാണ് സാക്ഷാൽ ജീവമന്ന, ഇവനാണ് മരിച്ചവരിൽ നിന്ന് ആദ്യജാതൻ. ഇവനിൽ ജനിച്ചവരുടെ പേരെഴുതുന്ന പുസ്തകമാണ് ജീവന്റെ പുസ്തകം. അല്ലാതെ ഇവിടുന്ന് ഡൽഹി വരെ നടന്നുപോയി എൻ്റെ പേരോടെ ജീവന്റെ പുസ്തകത്തിൽ എഴുതണം, ഞാൻ നടന്നു ഊപ്പാട് വന്നെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് നിന്റെ പേരെഴുതത്തേയില്ല. നടന്നെങ്കിൽ നീ ചെരുപ്പ് മാറി മാറി വാങ്ങിച്ച് നടന്നു, ഇവിടെ ഒരു കുഴപ്പമില്ല. ജീവപുസ്തകത്തിൽ പേരെഴുതണമോ ക്രിസ്തു എന്ന ആദ്യജാതനിൽ ജനിക്കണം. ഈ ജനനത്തിന് ഈ വേദപുസ്തകത്തിൽ ഒരു പേര് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് വീണ്ടും ജനനം. വീണ്ടും ജനനം എന്നാൽ എന്താ എന്ന് ഞാൻ ഇവിടെ ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാരെല്ലാം ഒത്തിരി പേര് കൈപൊക്കും. വീണ്ടും ജനിച്ചാന്നോ ആന്നു. അതെങ്ങനെ? വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചു എന്ന് പറഞ്ഞാൽ, വെള്ളത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി. പിന്നെ ആത്മാവിനാൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മറുഭാഷ. നിനക്ക് സീറോ മാർഗ. വീണ്ടും ജനനത്തിനകത്തെ വെള്ളത്തിന് യാതൊരു വിലയുമില്ല. തിരുവചനം പഠിപ്പിക്കുന്നത് നീ വീണ്ടും ജനിച്ചത് വചനത്താല. വചനമെന്ന കെടാത്തതും നിലനിൽക്കുന്നതുമായ ബീജം കർണപുടങ്ങളിൽ കൂടെ കടന്ന് ഹൃദയത്തിന്റെ ഗർഭാശയത്തിൽ വീണിട്ട് പരിശുദ്ധാത്മാവിനാൽ തിരുവചനം അറിഞ്ഞ്, പരിശുദ്ധാത്മാവും തിരുവചനം കൂടെ ഹൃദയത്തിന്റെ ഗർഭാശയത്തിൽ
ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ ക്രിസ്തു എന്ന നവജാതൻ വ്യക്തിയിൽ ജനിക്കുകയും വ്യക്തി ക്രിസ്തുവിൽ ജനിക്കുകയും ചെയ്യുന്ന പ്രക്രിയയ്ക്ക് വീണ്ടും ജനനമെന്ന് പറയാം. അങ്ങനെ അല്ലാത്തതൊന്നും വീണ്ടും ജനനമല്ല. ഇവിടെ ഇരിക്കുന്ന പലതും വീണ്ടും ജനിച്ചതേ അല്ല. പിന്നെ വീണ്ടും ജനിച്ചവന്റെ വീട്ടിൽ ജനിച്ചതാ. ഞങ്ങളുടെ വല്യപ്പച്ചൻ പണ്ട് വീണ്ടും ജനിച്ചു. നീയോ? ഞാൻ ആ വീട്ടിൽ ജനിച്ചതാണ്. ഇന്ന് രാത്രിയിൽ വ്യക്തിപരമായി ക്രിസ്തുവിലേക്ക് കടന്നു വരണം. ഇല്ലെങ്കിൽ പരുവക്കേടാന്നേ. പെന്തിക്കോസിന്റെ 3/4 പങ്കും കാഹളനാദം കേൾക്കുന്നതിന്റെ പിറ്റേന്നും പെയ്ത്തോമി കൂടി ഇരുന്ന് കൈയടിച്ച് ഊപ്പാട് വരും. ഇത് സത്യമാണ്. കാരണം നിന്നെ കർത്താവ് അറിഞ്ഞിട്ടില്ല, കർത്താവിനെ നീയും അറിഞ്ഞിട്ടില്ല. ഏറ്റെടുക്കണം തിരുവചനം. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടോ? ഉണ്ടാകണമെങ്കിൽ ക്രിസ്തു എന്ന ആദ്യജാതനിൽ പിറക്കണം. അവന്റെ പേരാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. യേശു ക്രിസ്തു, മരിച്ചവരിൽ നിന്ന് ആദ്യജാതൻ. ഹല്ലേലൂയ. ഇനി ആരാണ് ഈ പേരെഴുതുന്നത്? അതൊരു മഹത്തായ ചിന്തയാണ്. ഞാനിങ്ങനെ ശാന്തമായി നിന്ന് നിങ്ങളോടിത് പറഞ്ഞു തരുന്നത്, ഞാൻ ഈ പറയുന്നത് മൊത്തം എല്ലാവർക്കും മനസ്സിലാകണമെന്നുള്ള ആഗ്രഹത്തിലാണ്. ഇല്ലെങ്കിൽ പണി തുടങ്ങാൻ എനിക്കും അറിയാം. നിന്നെ കൊല്ലം ഞാനും ചാവുന്നും പണ്ട് ഇവിടെ നിന്നുകൊണ്ട് തുടങ്ങിയാൽ ഇവിടുന്ന് പോകുമ്പോൾ പറയും ഇതൊക്കെയാലും ഭയങ്കര ഉണർവായിരുന്നു. ഗ്ലോറിയാമേൻ അല്ലേ എന്തുവാ പ്രസംഗിച്ച അതറിയത്തില്ല. പിന്നെ നല്ല ഇതായിരുന്നു. അങ്ങനെയുള്ള ഇതല്ല വേണ്ടത്. ഇന്ന് രാത്രി തിരുവചനം നിന്റെ മനസ്സിനെ തിരുത്തണം. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ? ആരാ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്നത്? ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്നത് സഭാ നേതാക്കന്മാരാണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ റോമ കത്തോലിക്ക സഭയുടെ കർദ്ദനാളന്മാരുടെ ആരുടെയെങ്കിലും കയ്യിൽ ജീവന്റെ പുസ്തകം തമ്പുരാൻ അങ്ങോട്ട് കൊടുത്താൽ ആരുടെയൊക്കെ പേരെഴുതും? സ്വാഭാവികമായി നമുക്ക് പറയാം കത്തോലിക്ക സഭയിലുള്ളവരുടെ പേര് ആദ്യം എഴുതും. പിന്നെ സ്ഥലമുണ്ടെങ്കിൽ യാക്കോബക്കാരുടെയും മാർത്തോമക്കാരുടെയും, പിന്നെ ഉണ്ടെങ്കിൽ പെന്തിക്കോസുകാർ, അവർക്ക് ആരോടും അങ്ങനെ വലിയ വ്യത്യാസമുള്ള പാർട്ടികളല്ല. എല്ലാവരും നന്നാകണം എന്നുള്ളൊരു ചിന്തക്കാരവരെ. അതെനിക്കറിയാം. കാരണം ഞാൻ ആ MSc AP സ്കൂളിൽ ബാല്യത്തിൽ പഠിച്ചവനായതുകൊണ്ട് എനിക്ക് അവിടുത്തെ സംഗതികളൊക്കെ അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവരുടെ കൈ കൊടുത്താൽ അവരുടെ ആളുകളുടെ പേര് ആദ്യം അങ്ങോട്ട് എഴുതും. യാക്കോബക്കാരുടെ കൈ കിട്ടിയാൽ, പാത്രിക്കേസുകാരുടെ കൈ കിട്ടിയാൽ ഭാവക്കാരെ കാണിക്കത്തില്ല. കാരണം അവർ തമ്മിൽ മാർത്തോമക്കാരുടെ കൈ കിട്ടിയാൽ അവരുടെ പേര് ആദ്യം അങ്ങോട്ട് എഴുതും. പെന്തിക്കോസുകാരുടെ കൈ കിട്ടിയാൽ അടിയുടെ പൂരമായിരിക്കും. അതെന്താ? ഈ എഴുതുന്ന കാര്യത്തിലല്ല. ആത്മാ പ്രാപിച്ചവരെല്ലാം പേരെഴുതണമെന്നൊക്കെ പറയും. വൈകിട്ട് പുസ്തകം എവിടെ വെക്കുന്നു? അത് അടി നടക്കും. കുമ്പനാട്ട് വെക്കാമെന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കത്തില്ല. അതൊക്കെ പണ്ട് കെ അബ്രാമിൻ്റെ കാലത്ത്. ഇപ്പം അതൊന്നും നടക്കത്തില്ല. പിന്നെ പുല്ലൂരൊരു പാർട്ടിയുണ്ട്. അവർ പറയും ഞങ്ങൾ ആദ്യം തുടങ്ങിയത് ഇവിടെ. പെന്തിക്കോസ് കുക്ക് സായിപ്പ് വന്നിറങ്ങിയത് ചർച്ച കോഡിൻ്റെ ആളായിട്ടല്ല, അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ആളായിട്ടാ. അന്ന് വാങ്ങിച്ചതാ പൊന്നൂര് കുന്നും മലയും. പക്ഷേ പിന്നീട് അവരെ നിർത്താനുള്ള കഴിവ് അവർക്ക് ഇല്ലാതെ വന്നപ്പോൾ പിന്നീടാ വന്ന് മുളക്കഴ തുടങ്ങിയതും ചർച്ച് ഓഫ് ഗോഡുമായുള്ള ബന്ധത്തിൽ അമേരിക്ക പോയിട്ട് വരുന്നു. അതുകൊണ്ട് അവിടെ വെക്കാമെന്ന് പറഞ്ഞാൽ ഇവർ പറയും അവിടെ വെക്കണ്ട, പിന്നെ മുളക്കഴ കൊണ്ട് വെച്ചാൽ മതി. മുളക്കഴയാ കൊണ്ട് വെക്കുന്നതെങ്കിൽ പപ്പാതിയെ ഒക്കത്തുള്ളൂ. കാരണം അതിൻ്റെ തന്നെ ഒരു ഭാഗം പാക്കിലുണ്ട്. പാക്കിൽ ഒരു പപ്പാതിയാ. ഇവിടെ 3 ദിവസം ഇരുന്നാൽ ഇവിടെ 3 ദിവസം ഇരിക്കണം. ഇവിടെ 3 ദിവസം ഇരുന്നാൽ അവിടെ 6 ദിവസം ഇരിക്കണം. അവിടെ 6 ഇരുന്നാൽ ഇവിടെ 12 ഇരിക്കണം. അടി ഉണ്ടാകുന്നത് കൊണ്ട് തമ്മിത്തല്ലുണ്ടാകാതിരിക്കാൻ തമ്പുരാൻ സഭാ നേതാക്കന്മാരുടെ കയ്യിൽ പുസ്തകം കൊടുത്തിട്ടില്ല. ഇല്ല. നിങ്ങളുടെ പേര് നിങ്ങൾ നിൽക്കുന്ന സഭയുടെ
രജിസ്റ്ററിനകത്ത് കാണും IPC എന്തോന്നോ ഈ സ്ഥലപ്പേരുന്ന് വേണ്ടാതീനോ വണ്ടാനം വേണ്ടാതീനല്ല വണ്ടാനം IPC വണ്ടാനം സഭ അത് നല്ലതാ. ചത്ത് കഴിയുന്നത് വരെ ഉള്ളു ഇവിടെ ഈ പേര്. ചത്ത് കഴിയുമ്പോൾ അത് വെട്ടും. അതെന്തിനാ? അവിടത്തെ റിമാർക്കിൽ എഴുതും ഇന്ന മാസം ഇത്രാം തീയതി കുഞ്ഞമ്മ ചത്തുപോയി. ഇനി നിനക്ക് അതിനകത്ത് ഒരു കാര്യമില്ല. എന്നാൽ ജീവന്റെ പുസ്തകത്തിൽ പേര് അങ്ങനെ ചത്താൽ വെട്ടുന്നതല്ല. ആരാണ് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്നത്? ഞാൻ ഒരിക്കൽ വിളിച്ചു പറഞ്ഞതാ, എൻ്റെ കയ്യിലാണ് ഈ പുസ്തകം തമ്പുരാൻ തരുന്നത് എങ്കിൽ ഞാൻ ഒരു സഭക്കാരുടെയും പേരെഴുതുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഭാര്യയുടെ പേരെഴുതും. വത്സമ്മ എന്ന അവളുടെ പേര്. പാവം കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടി എഴുതും. കാരണം എത്ര നാളെ എനിക്ക് ചാപ്പാടുണ്ടാക്കി തന്ന് ഞാൻ ആഗ്രഹിക്കുന്ന പക്ഷം, മനസ്സിൽ കാണുന്ന ഭക്ഷണം മേശപ്പുറത്ത് കൊണ്ടുവെക്കും. അങ്ങനെ അതിന് അപ്പോൾ ഞാൻ പുള്ളിക്കാരുടെ പേരെഴുതി വെക്കും. അങ്ങനെ സാധാരണ എല്ലാവരുടെയും കയ്യിൽ, മനുഷ്യനാണോ അവൻ്റെ കയ്യിൽ ഇങ്ങനെയുള്ള ചിന്തകളുണ്ട്. എൻ്റേത് എനിക്ക് ഇങ്ങനെ. അതുകൊണ്ട് തന്നെ ദൈവം ആരുടെയും കയ്യിൽ, പെന്തിക്കോസിലെ ഒരു നേതാവിൻ്റെയും കയ്യിൽ, ഇവിടുത്തെ സഭകളുടെ ഒരു നേതാക്കന്മാരുടെയും കയ്യിൽ ജീവന്റെ പുസ്തകം ദൈവം കൊടുത്തിട്ടില്ല. ആരാണ് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്നത്? ആമേൻ. നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 32-ാമത് വാക്യം. മോശയുടെ ഒരു പ്രാർത്ഥനയുടെ ഒരു ശകലം അവിടെ കൊടുത്തിട്ടുണ്ട്. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായിച്ചു കളയണമേ. ആണ്ടതാ മോശ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്കകത്ത് പറഞ്ഞു, നീ എഴുതിയ, എഴുത്തുകാരൻ ദൈവമാ, നിന്റെ പുസ്തകത്തിന്റെ ഉടമസ്ഥൻ ദൈവമാ. എഴുത്തുകാരനും ഉടമസ്ഥനും ദൈവമാകയാൽ അവിടെ പറയുകയാണ്, നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളയണമേ. എന്താ ദൈവത്തിന്റെ പ്രത്യേകത? പേരെഴുതുന്ന ദൈവത്തിന്റെ പ്രത്യേകത. റോമാലേഖനം 2-ാം അധ്യായം അതിന്റെ 11-ാമത് വാക്യം. റോമാലേഖനം 2-ാം അധ്യായം 11-ാമത് വാക്യം. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. അടിവരയിട്ട് പഠിച്ചോണം. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. വെളുത്തവനെന്നോ കറുത്തവനെന്നോ, പാശ്ചാത്യനെന്നോ പൗരസ്ത്യനെന്നോ, കാശുകാരനെന്നോ കീശ കീറിയവനെന്നോ ഒരു വ്യത്യാസവും ദൈവത്തിനില്ല. ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ല. മുഖപക്ഷമില്ലാത്ത ദൈവത്തിന്റെ പക്കൽ ജീവന്റെ പുസ്തകം ഇരിക്കുന്നത് കൊണ്ട് മുഖം നോക്കാതെ പേരെഴുതും. ഇന്ന് രാത്രി എത്ര പേർക്ക് ധൈര്യമുണ്ട്? എൻ്റെ പേര് ഈ ജീവന്റെ പുസ്തകത്തിലുണ്ട്. മുഖപക്ഷമില്ലാത്ത ദൈവം എൻ്റെയും പേരെഴുതിയിട്ടുണ്ട്. ധൈര്യമുള്ളവർ മാത്രം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച്, പലരും പൊക്കുന്ന കണ്ടുകൊണ്ട് പൊക്കാതെന്നേ. ആ ധൈര്യം അകത്ത് വരണം. അവർ മാത്രമേ കരമുയർത്താവൂ. ആമേൻ. മുഖപക്ഷമില്ലാത്ത ദൈവം മുഖം നോക്കാതെ പേരെഴുതുന്ന പുസ്തകമാണ് ജീവന്റെ പുസ്തകം. ഇനി ഒരിക്കൽ പേരെഴുതിയാൽ അവിടെ അങ്ങ് കിടക്കുമോ അതോ ഇടയ്ക്ക് മായ്ക്കുമോ? മായ്ക്കും. മായ്ക്കും. അതെങ്ങനാ? പാപം ചെയ്യുന്നവന്റെ പേര് മായ്ച്ചു കളയും. തെളിവാ പുറപ്പാട് 32:33. യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയും. എന്നോട് പാപം ചെയ്യുന്നവന്റെ പേര് ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയും. പണ്ടെങ്ങാണ്ട് പേരെഴുതിയ നീ അവിടെ ഉണ്ടെന്നും പണ്ട് നടക്കല്ലേ വെള്ളമടിക്കാരോ. ഇന്ന് രാത്രി നീ ഗുണപ്പെട്ട് തിരിച്ചു വരണം.
നിന്റെ പേര് മായ്ച്ചു കളയുന്നതിന് മുമ്പ് ദൈവം നിന്നെ സ്നേഹിക്കുന്നു, മടങ്ങി വരുവാൻ ആഹ്വാനം ചെയ്യുകയാണ്. എന്നോട് പാപം ചെയ്യുന്നവന്റെ പേര് ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും. അത് പിന്നെ പഴയ നിയമത്തിൽ മായ്ക്കുമായിരുന്നു, പുതിയ നിയമത്തിലും മായ്ക്കും. വെളിപ്പാട് പുസ്തകം എടുത്തേ, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-ാമത് വാക്യം. ഇത് കുറിക്കുന്നവർ തെറ്റിക്കാതെ കുറിക്കണം. വീട്ടിൽ ചെന്നിരുന്ന് വീണ്ടും വായിക്കണം. പലരോടിത് പറഞ്ഞു കൊടുക്കണം. അതിനായി ഇങ്ങനെയുള്ളത് സാവധാനത്തിൽ പറഞ്ഞു തരുന്നത്. വെളിപ്പാട് 3:5. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോട് കൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ. അല്ല, പ്രത്യേകിച്ച് ചോദിക്കണ്ടല്ലോ ജയിച്ചവനാണോ. ജയിച്ചവൻ വെള്ള ഉടുപ്പ് ധരിക്കും. അതിനാ ഞങ്ങളൊക്കെ ഈ വെള്ള ഇടുന്നത്. വായിച്ചേ. വെള്ള ഉടുപ്പ് ധരിക്കും, അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ. അവന്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. അതുകൊണ്ടാ തോക്കുന്നവന്റെ പേര് മായ്ച്ചു കളയുമെന്നല്ലോ ഇതിനർത്ഥം. ജീവിത യോധനത്തിൽ പാപത്തോട് മല്ലിട്ട് അല്ലാതെ അശുദ്ധമായി തീർന്ന പങ്കം പുരണ്ട ജീവിത ശൈലിയുള്ളവരെ ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ വ്യക്തമായ ഒരു ഉറപ്പ് ജീവിതത്തിലുണ്ടോ എന്ന് ശോധന ചെയ്തേ. എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ? മുഖപക്ഷമില്ലാത്ത ദൈവത്തിൻ്റെ കയ്യിലാണ് ഈ പുസ്തകം ഇരിക്കുന്നത്. എഴുതാനും തൂക്കാനും കഴിവുള്ള ദൈവം നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ? വ്യക്തികൾ ചിന്തിക്കണം. ഈ യോഗം കാശു മുടക്കി ഇട്ടിരിക്കുന്നത് സുഖിപ്പിക്കാനല്ല, കൊള്ളാമെന്ന് പറഞ്ഞ് തലകുലുക്കി പോകാനും അല്ല. ഇത് കൊള്ളായിരുന്നു. ഇന്നത്തെ നല്ല അടിപൊളി. ഈ അടിപൊളിയായാലും തല്ലിപ്പൊളിയായാലും നിന്റെ തലകുലുക്ക് ഇതിനകത്ത് വരും. ഞങ്ങൾക്കറിയേണ്ടത് നിത്യതയുടെ പുസ്തകം നിനക്ക് വേണ്ടി തുറന്ന് നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ തമ്പുരാൻ എഴുതി ചേർത്തിട്ടുണ്ടോ? എത്ര പേർക്ക് ഈ ധൈര്യമുണ്ട് എന്നാ ചോദിക്കുന്നത്. അതുകൊണ്ട് ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കാൻ അത്രേ സന്തോഷിപ്പിൻ. ഇനി സ്വർഗത്തിൽ പേരില്ലെങ്കിൽ മറ്റൊരിടത്ത് നിങ്ങളുടെ പേരുണ്ട്. അത് സകല ആളുകളും അറിഞ്ഞിരിക്കണം. എവിടാ ഉള്ളത്? യിരെമ്യാ പ്രവാചകൻ അതിനെക്കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായത്തിൻ്റെ 13-ാമത് വാക്യത്തിൽ ഇങ്ങനെയാ രേഖപ്പെടുത്തി. യിരെമ്യാ 17:13. ഇസ്രായേലിന്റെ പ്രത്യാശയായ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും. എന്നെ വിട്ടു പോകുന്നവരെ മണ്ണിൽ എഴുതി വെക്കും. അവർ ജീവനുള്ള ദൈവത്തിന്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ചു കളഞ്ഞുവല്ലോ. അണ്ടേ, ജീവനുള്ള ദൈവത്തെ ഉപേക്ഷിക്കുക, നിന്റെ പേര് മണ്ണിൽ എഴുതി വയ്ക്കും. മണ്ണിൽ, മൺമയമായ റെക്കോർഡുകളിൽ എഴുതി വെക്കും. വില്ലേജ് ഓഫീസിൽ നിന്റെ പേരുണ്ട്, പഞ്ചായത്ത് ഓഫീസിലും ഉണ്ട്, പിന്നെ അവിടെ എല്ലാം ഉണ്ട്. കോർപ്പറേഷനിൽ നിന്റെ പേരുണ്ട്. നീ അവിടുത്തെ ആരാ? ഏതാണ്ട് വലിയ പുള്ളിയാ, കസേരയൊക്കെ വലിച്ചിട്ടിരുന്ന്. സ്വർഗത്തിലുണ്ടോന്നാ എൻ്റെ ചോദ്യം. ഇല്ല. പരുവക്കേടിലേക്ക് നീങ്ങാണെന്ന് അറിഞ്ഞുകൊള്ളണം. ഈ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം വരുമ്പോൾ ജീവപുസ്തകത്തിൽ പേരില്ലെങ്കിൽ നിന്റെ സ്ഥാനം എവിടെയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ പ്രസംഗം അവസാനിപ്പിക്കത്തുള്ളൂ. ജീവപുസ്തകത്തിൽ പേരില്ല എങ്കിൽ നിന്റെ പേര് മണ്ണിലെഴുതി വയ്ക്കും.
മണ്ണിലും വിണ്ണിലും പേരെഴുന്ന ഒരുവൻ തന്നെയാണെന്നേ. ഒരിക്കൽ നമ്മുടെ കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ പാപത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ട് എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ചെന്നു. അതെന്തിനാ? എറിയാൻ. അങ്ങനെ ഇത് പറഞ്ഞേക്കുന്നത് ഏതില്? ന്യായപ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ പാപം ചെയ്തവരുടെ പേരൊക്കെ മണ്ണിൽ അവരുടെ എറിഞ്ഞ് കൊല്ലണമെന്ന്. യോഹന്നാന് ചോദിച്ചാൽ 8-ാം അധ്യായം നടത്താട്ട് തപ്പാതെ കണ്ട് നമുക്കങ്ങ് വായിച്ചേക്കാം. യോഹന്നാൻ 8:8. അവൻ കുനിഞ്ഞ് പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അതിന്റെ സന്ദർഭമാണ് ഞാൻ പറഞ്ഞത്. ഒരു പെണ്ണും പിള്ളയും പിടിച്ചോണ്ട് വരിക. ആരാ? വൻപുള്ളികളെല്ലാം കൂടാ. അതെന്താ? അവളുടെ പേരിലെ തെറ്റ്, അവൾ വ്യഭിചാര കർമ്മത്തിൽ പിടിക്കപ്പെട്ടു. ഷടാ ഒരുത്തിയെ മാത്രം കൊണ്ടുവന്നെന്ത്? ഇതിന്റെ മറ്റേന്തി ഇരട്ട വേണ്ടേ? മറ്റേ പുള്ളി എന്തി? അവനെ കൂടെ കൊണ്ടുപോവാ. അതല്ലയോ അതിന്റെ നീതി. അവനെ മാറ്റി. ഞാൻ നോക്കിയപ്പോൾ അവനും കല്ല് പറക്കി വെച്ചിട്ടുണ്ട്. അതെന്തിനാ? ഇവക്കിട്ടെറിയാൻ. ഓഷി കല്ല് കളഞ്ഞു മര്യാദയ്ക്ക് വീട്ടിൽ പോകാ നല്ലത്. ഇവന്മാരെല്ലാം കൂടെ കല്ലും പറക്കി മാറാപ്പിലിട്ടുകൊണ്ട് ഇതിനൊരു വ്യവസ്ഥയുണ്ട്. എറിഞ്ഞു കൊല്ലണം എന്നുള്ളത് ശരിയാണെങ്കിലും തുടങ്ങേണ്ടത് അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യേണ്ടത് ആ തലമുറയിലെ അതിവിശുദ്ധനായ ഒരുത്തനായിരിക്കണം. നമ്മളൊക്കെ കെട്ടിടം വയ്ക്കുമ്പോഴൊക്കെ കെട്ടിടമൊക്കെ വെച്ചു, മേശരിയും മൈക്കാടും ഒക്കെ തേപ്പും തൂപ്പും പിന്നെ അവസാനം പെയിന്റിങ്ങും എല്ലാം കഴിയുമ്പോൾ ഉദ്ഘാടനം അത് മൂത്ത മേശരി ചെയ്യട്ടെ എന്ന് ആരെങ്കിലും പറയുമോ? ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട മേശരിമാരിൽ ഏറ്റവും മൂത്ത മേശരി ഉദ്ഘാടനം ചെയ്യട്ടെ? നോ നോ നോ, അതൊക്കെ അങ്ങ് അപ്പുറം. അത് ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റവും VIP വരുത്തുകയാണ് എന്ന് പറഞ്ഞ പോലെ ഏറെ ഉദ്ഘാടനം ചെയ്യുവാൻ ആ തലമുറയിലെ ഏറ്റവും അതിവിശുദ്ധനായ ഒരുത്തനായിരിക്കണം. അതിനിവരെല്ലാം കൂടെ പിടിച്ച് ഇവളെ കൊണ്ട് മഹാപുരോഹിതൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. അതെന്തിനാ? അങ്ങേരാകുമ്പം വളരെ വിശുദ്ധനാണ്. അങ്ങേരെ കൊണ്ട് അങ്ങേറിയിച്ച് ഉദ്ഘാടനം ചെയ്താൽ പിന്നാർക്ക് വിട്ടെറിയുക. അവിടെ കൊണ്ടുവന്നപ്പം അങ്ങേരിഞ്ഞോട്ട് ഇറങ്ങി വരുന്നത് വരവ് എൻ്റെ പൊന്നെ ദീക്ഷയും താടി ഇങ്ങനെ താഴെ മുട്ടിൻ്റെ അവിടം വരെ വളർന്നു കഴിഞ്ഞ് ആകപ്പാടെ പുള്ളി ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴാണ് പറഞ്ഞത്, ഇവിടെ ഇന്ന വിഷയത്തിൽ പിടിച്ചുകൊണ്ടെന്നിരിക്കുകയാണ്. അങ്ങ് ഒന്ന് ഏറെ ഉദ്ഘാടനം ചെയ്തിരുന്നെങ്കിൽ ബാക്കി ഞങ്ങളവിടെ കൊണ്ടുപോയി അങ്ങ് നടത്തിക്കൊള്ളായിരുന്നു. അങ്ങേര് പറഞ്ഞതാ എനിക്ക് സഹിക്കാൻ വയ്യാത്ത. അങ്ങേര് പറയാ, ഭാവിയും ബലഹീനനും ദോഷിയുമായ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീ. ഇപ്പോഴും പല പുള്ളികളും ഇത് തന്നെ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭാവിയും ബലഹീനനും ദോഷിയും, എൻ്റെ വകയായിട്ടൊരു വാക്കോടെ ചേർക്ക, കർമ്മദോഷിയുമായ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പീൻ. അപ്പം അവർ തമ്മി പറഞ്ഞു, ഇങ്ങനെ കൊണ്ട് നടക്കത്തില്ല. ഞാൻ നേരത്തെ അറിഞ്ഞ കഴിഞ്ഞ ആഴ്ച പുള്ളിയുടെ ഒരു വിവരം എൻ്റെ കിട്ടിയതാണ്. ഞാൻ പിന്നെ മിണ്ടിയില്ലെന്നുള്ളത്. ഇവിടെ ഏറെ നടക്കത്തില്ല. പിന്നെ ഇതിൻ്റെ എല്ലാം കൂടെ താഴത്തെ ബംഗ്ലാവിലുണ്ട്. അവിടെ കൊണ്ടെത്തപ്പോൾ അവന്മാരൊക്കെ എടുത്തങ്ങ് ചാടുക. ഇതിനാ വല്ലപ്പോഴും ഉള്ളു ഇങ്ങനെ ഒരെണ്ണത്തെ കാണാൻ കിട്ടുന്നതിന്. എടുത്ത് ചാടിയപ്പോൾ ഇവർ പറഞ്ഞു, പ്രിയരെ ഇതേ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നതാകുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങൾ കാണാൻ വന്നതാകുന്നു. എങ്കിൽ ഇവളെ ഒന്ന് എറിഞ്ഞ് ഉദ്ഘാടനം ചെയ്യുവാൻ നിങ്ങളിൽ ആരെങ്കിലും മുൻപോട്ട് വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അവരെല്ലാം കൂടെ മേളിൽ പറഞ്ഞത് അവരും പറഞ്ഞു, പാപികളും ബലഹീനനും ദോഷികളും ദോഷം കാണിക്കുന്നവരുമായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീനല്ലാതെ എന്തോ പറയാനാകുന്നു. ഉദ്ഘാടനം ചെയ്യാൻ ആരുമില്ല വന്നപ്പോൾ ഒരുത്തൻ്റെ തലമണ്ടയിൽ ചിന്ത തോന്നി. അവൻ പറഞ്ഞുടാ, ഒരാളുണ്ടെന്ന് പറഞ്ഞു. ആരാ? യേശു. പാപം ചെയ്തിട്ടില്ല, പാപം അറിഞ്ഞിട്ടില്ല, പാപിയല്ലാത്ത പരിശുദ്ധനായ ഒരുവനുണ്ട്, അവനാണ് യേശു. അവൻ്റെ അടുക്കൽ കൊണ്ടുപോയാൽ ഏറെ ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരുത്തൻ പറഞ്ഞു, അങ്ങോട്ട് പോകാൻ വരട്ടെ ആശാനെ. അതിനാ ഇത് ന്യായപ്രമാണമല്ലയോ ഏറെ ഉദ്ഘാടനം ചെയ്യണോ എറിയണമെന്ന്? യേശുവിന് മോശയുടെ ന്യായപ്രമാണത്തിനെതിരാ കൊണ്ട് ഏറെ നടക്കുമെന്ന് തോന്നുന്നില്ല. ആ പൗമാരെല്ലാം കൂടെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കല്ല് കളയണ്ട, നമുക്ക് ഈ കല്ലുകൊണ്ട് പുള്ളിയെ എറിയാം. പോകുന്നതെല്ലാം കൂടെ നടുക്ക് സ്ത്രീയെ, പുറകെ ഇവന്മാരെല്ലാം കൂടെ
നടക്കുന്ന നടപ്പിന് എനിക്ക് അതാ സഹിക്കാൻ വയ്യാത്ത. ഈ ഇതങ്ങോട്ട് കുത്തിപ്പൊക്കി ഇവർ ഉടുത്തിരുന്നതേ മേലോട്ട് കുത്തിപ്പൊക്കി അതിൻ്റെ മാറാപ്പി കിടന്ന് കല്ലടിക്കുക. ഇവന്മാർ നടക്കുന്നുണ്ടേ ഈ കല്ല് ഇവന്മാരുടെ കാലിൻ്റെ മടക്കിന് ഇങ്ങനെ അടിക്കുക. അതിൻ്റെ അർത്ഥം തന്നെ എടാ ചാക്കോ നിന്നെ അല്ലയോടാ ഈ കാലുകൊണ്ട് ഈ കല്ലുകൊണ്ട് ആദ്യം അടിക്കേണ്ട. എടാ തോമ എടാ കള്ള നീ അല്ലയോടാ ഇതിൻ്റെ ആൾ ഇങ്ങനെ പറഞ്ഞ് ഈ കല്ലെല്ലാം കൂടെ ഇവന്മാരുടെ കാലിൻ്റെ മടക്കിന് നല്ല അടി കൊടുക്കുന്നുണ്ട്. എന്തായാലും ചെന്നപ്പോൾ സൂക്ഷ്മ യേശു അവിടെ ഉണ്ട്. ഇവർ പറഞ്ഞു ഗുരു ഇത് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നതാകുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു അയ്യോ ദോഷമായി പോയല്ലോ ഇവിടെ ഇങ്ങനെ പിടിച്ചോണ്ടുന്നാ. ശരി, കർത്താവ് അവിടെ നിന്നുകൊണ്ടൊരു വാക്ക് പറയുക. ഇവരെല്ലാം വട്ടമിട്ട് നിൽക്കുക. വട്ടമിട്ട് നിന്നപ്പോൾ പറഞ്ഞു നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ ആദ്യം കല്ലെറിയട്ടെ. നിങ്ങൾ തന്നെ ഉദ്ഘാടനം ചെയ്തോളാൻ. എന്നിട്ട് എൻ്റെ കർത്താവ് കുനിഞ്ഞ് നിലത്ത് വിരൽ കൊണ്ട് എഴുതി എന്നവിടെ പറഞ്ഞിരിക്കുന്നത്. എഴുതിയത് എന്താന്ന് വേണേൽ ഞാൻ വായിക്കാം. ആദ്യം എഴുതിയ ചാക്കോച്ചൻ്റെ കാര്യം. അങ്ങർക്ക് 68 വയസ്സാണ്. പുള്ളി ഉള്ള കല്ലും പറക്കൊണ്ട് വന്നിട്ടുണ്ട് ഇവക്കിട്ട് എറിയാൻ. തിരിഞ്ഞവളൊരു നോട്ടം നോക്കാമെങ്കിൽ ചാക്കോച്ചൻ നിൽക്കുന്ന നിപ്പിൽ ഉരുകും. കാരണം അയാളെ ചൊവ്വേ നേരെ അറിയാവുന്നൊരു പെണ്ണാ ഇവള്. ഇവക്ക് ചൊവ്വേ അറിയാം. ഈ വന്നവനെ എല്ലാം അറിയാം. അങ്ങേരുടെ പേരെഴുന്ന കണ്ടോണ്ട് കല്ലിട്ടേച്ച് അങ്ങേര് സ്ഥലം വിട്ടു. അടുത്തവൻ എഴുതി കോരുത് 58. അവൻ്റെയും പേര് നിലത്ത് എഴുതുക. അവൻ്റെ 2 കാര്യം താഴോട്ട് എഴുതിയപ്പോൾ അവൻ പറഞ്ഞു എടാ കൊച്ചുഞ്ഞേ പശുവിനെ കറക്കാൻ നേരമായി ഞാൻ അങ്ങോട്ട് പോവുക നിങ്ങൾ എറിഞ്ഞിട്ട് വന്നേക്കിന്. സകല എണ്ണന്മാരുടെയും പേരെഴുതി സകല എണ്ണവും കല്ല് താഴെയിട്ട് ഒരു കല്ലുകൊണ്ടൊരു വൃത്തം. ഈ വൃത്തത്തിനകത്ത് യേശുവും ഈ സ്ത്രീയും മാത്രം. ഇവിടെ അവൻ തല ഉയർത്തി അവളോടൊരു ചോദ്യം ചോദിച്ചു, സ്ത്രീയെ നിന്നെ ആരും കുറ്റം വിധിച്ചില്ലേ? അവൾ പറയാ ഇല്ല കർത്താവേ. ആ വാക്ക് കൊള്ളണ്ടടുത്താ കൊണ്ടത്. ഇല്ല ഗുരുവെന്നും സാറേന്നൊന്നും അല്ല വിളിച്ചത്. ഇല്ല കർത്താവേ. യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ആ വിളി ഇല്ല കർത്താവേ. എൻ്റെ കർത്താവ് പറഞ്ഞു ഞാനും നിന്നെ ശിക്ഷ വിധിക്കുന്നില്ല. പൊയ്ക്കോ, മേലിൽ പാപം ചെയ്യരുത്. പിടിച്ചോണ്ട് വന്നവരുടെ പേര് മണ്ണിലെഴുതിയപ്പോൾ പിടിക്കപ്പെട്ടവളുടെ പേര് വിണ്ണിലെഴുതി. കരങ്ങൾ വീശി നമ്മുടെ കർത്താവിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ പേര് മണ്ണിലോ വിണ്ണിലോ സ്വയശോധന ചെയ്യണം. വ്യക്തിപരമായി അറിഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് കടന്നു പോകണം. ലഹളമുറ നടത്തിയിട്ട് പോയിട്ടൊരു കാര്യമില്ല. അന്തരംഗത്ത് ക്രിസ്തുവിൻ്റെ സ്നേഹം പ്രതിഫലിക്കണം. ആമേൻ. അവരുടെ പേര് പാപം ചെയ്തവരുടെ പേര് മണ്ണിലെഴുതുകയും പിടിക്കപ്പെട്ടവരുടെ പേര് വിണ്ണിലെഴുതുകയും ചെയ്തു. ആമേൻ. ഇനി ആരുടെ പേരാ സ്വർഗത്തിലുള്ളത് എന്നാ നമ്മൾ പഠിച്ചു വരുന്നത്. ജീവൻ പ്രാപിച്ചവരുടെ പേര് സ്വർഗത്തിൽ ഉണ്ട്. ആരുടെ പേര് സ്വർഗത്തിലുണ്ട്? വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 8-ാമത് വാക്യം. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 8-ാമത് വാക്യം. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും. ഈ യാത്ര ഇവിടെ അന്ത്യം ഒരൊറ്റ ഭരണാധിപനിൽ ചെന്ന് ചേരുവാൻ തുടങ്ങുന്നു. വിശേഷിച്ച് ദൈവമക്കൾ അറിഞ്ഞിരിക്കണം, താമസമിന ലോകം മൊത്തം കൂടെ ഭരിക്കുന്ന ഒരു ഭരണാധിപൻ വരും. അവന് ജനിച്ചു കഴിഞ്ഞു, ഭൂമിയിലുണ്ട് അവനിപ്പം. താമസമിന് അവൻ അധികാരമേറ്റെടുക്കും. അവൻ്റെ പേരിൻ്റെ മുദ്ര ഒരു സംഖ്യയാണ്. ആ സംഖ്യ 666. അത്
നമ്മളെല്ലാം ഇപ്പോൾ ആ സംഖ്യ ഉപയോഗിച്ചുകൊണ്ടായിരിക്കുന്നു, അറിയുന്നില്ല. നിങ്ങൾ കുളിക്കുന്ന സോപ്പ് 666-ൻ്റെയാണ്, നിങ്ങൾ കുടിക്കുന്ന വെള്ളം 666-ൻ്റേതാണ്, നിങ്ങൾ ഉണ്ണുന്ന ചോറ് 666-ൻ്റെയാണ്. അതിന് ക്ലാസ് എടുക്കണമെങ്കിൽ പ്രത്യേകം ദിവസം നിശ്ചയിച്ച് കുറഞ്ഞതൊരു 3 ദിവസമെങ്കിലും കിട്ടിയാൽ ഞാൻ കണക്കിട്ട് പറഞ്ഞു തരാം, എഴുതി പഠിപ്പിച്ചു തരാം. ഇന്ന് ഞാൻ നിങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ 666-ൻ്റെ നമ്പരാണ്. താമസമിന ഇത് വ്യാപൃതമായി വരുന്നതിന് മുമ്പ് ഞാനും നിങ്ങൾ ഇവിടുന്ന് മാറ്റപ്പെടണം. അതിനു വേണ്ടിയിട്ടാണ് നാം ആർത്തിയോടെ കർത്താവിനെ നോക്കി പാർക്കുകയാണ്. ഇവൻ്റെ പേരിൻ്റെ സംഖ്യ ഏൽക്കാത്തവൻ ഏറ്റവരെല്ലാം ഈ പേരിൻ്റെ സംഖ്യ ഏറ്റവരെല്ലാം അധമമായി മാറുമ്പോൾ ലോകസ്ഥാപനത്തിനു മുമ്പേ കുരളറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ നമ്മുടെ പേരുണ്ട് എന്നുള്ള ധൈര്യമാണ് നമ്മെ നിലനിർത്തുന്നത്. ഇനി താമസമിന ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുന്നവരെയും കാണാത്തവരെയും തമ്മിൽ വേർതിരിക്കുന്ന ദിവസം, അതിനാണ് നമ്മൾ പറയുന്ന കാഹളത്തിൻ്റെ നാദം. പ്രൈസ് ദി ലോർഡ്. ഇനി ജീവപുസ്തകത്തിൽ പേരില്ലാത്തവരുടെ അന്ത്യം എന്തായിരിക്കും? അതൊന്ന് വായിച്ചു വിടാനേ നേരമുള്ളൂ. എൻ്റെ പ്രഭാഷണത്തിൻ്റെ സമയം തീർന്നിരിക്കുക. എങ്കിലും വായിച്ചേരെ. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാമത് വാക്യം. വെളിപ്പാട് പുസ്തകം 20-15. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. കേട്ടോ? ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും, അതിൻ്റെ ഒറിജിനൽ മലയാളം പറഞ്ഞാൽ ഏതവനെയും. ഞാൻ പണ്ട് അവിടെ കളക്ടറായിരുന്നു പറഞ്ഞാൽ അത് വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതി, അതിന് ശമ്പളം നീ വാങ്ങിച്ചിട്ടുമുണ്ട്. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ? ഇല്ല. നിന്റെ വീട്ടിൽ ചേർത്തുകൊണ്ട് വന്ന കുഞ്ഞമ്മയുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. അവള് കർത്താവിൻ്റെ സന്നിധിയിൽ എടുക്കപ്പെടും. ഇന്ന് രാത്രി എത്ര പേർക്ക് ഈ ധൈര്യമുണ്ട്? നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ? ആരുടെ പേരാണ് ജീവന്റെ പുസ്തകത്തിലുള്ളത്? അവർക്കുള്ള രക്ഷ എന്താണ്? ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 1-ാമത് വാക്യം വായിക്കുമ്പോൾ, അന്ന് വായിച്ചാട്ട്, നിന്റെ ജനം പുസ്തകത്തിൽ 12-1. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായതു മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷ പ്രാപിക്കും. പുസ്തകത്തിൽ നിന്റെ പേരുണ്ടോ? ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരുണ്ടോ? വ്യക്തിപരമായി വണ്ടാനം ദേശത്തോട് ചോദിക്കുക, എത്ര പേർക്ക് ഈ ധൈര്യമുണ്ട്? ഈ ലോക റെക്കോർഡുകളിൽ ഒരു പക്ഷെ പേരുണ്ടായിരിക്കും, സ്വർഗീയ റെക്കോർഡിൽ നിന്റെ പേരുണ്ടോ? പ്രാർത്ഥനയ്ക്കായി കണ്ണുകളെ അടയ്ക്കാം. പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ എഴുന്നേക്കാമെന്നല്ല അതിൻ്റെ അർത്ഥം. കണ്ണ് ദൈവസന്നിധിയിൽ അടച്ച് തലകളെ കുമ്പിട്ട് നിന്റെ നിത്യതയെക്കുറിച്ചുള്ള ഓർമ്മയിൽ ദൈവവുമായി സംസാരിക്കാനുള്ള സമയമായി ഇപ്പം. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കരുത്. നിന്റെ നിത്യതയെക്കുറിച്ചുള്ള ചിന്ത ഇന്ന് രാത്രി നിന്നെ ഭരിക്കട്ടെ. നിന്റെ യാത്ര എങ്ങോട്ട്? ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരുണ്ടോ? എൻ്റെ ദൈവമേ, എൻ്റെയും പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിക്കാനുള്ള സമയമായിപ്പം. എൻ്റെ ദൈവമേ, എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിലുള്ളതിനാൽ അങ്ങയ്ക്ക് സ്തോത്രം എന്ന് സ്തോത്രം ചെയ്യാനുള്ള സമയമായിപ്പം. എൻ്റെ കർത്താവേ, എനിക്ക് പൂർണ്ണ നിശ്ചയമില്ല എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ടോ എന്ന്. എന്നാൽ ഇന്ന് രാത്രി എന്നെ നിശ്ചയമുള്ളവളായി നിശ്ചയമുള്ളവനായി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കാനുള്ള സമയമായിപ്പം. എല്ലാ കണ്ണുകളും അടച്ച് എല്ലാ തലകളും ദൈവസന്നിധിയിൽ വണങ്ങി ദൈവം മുൻപാകെ പ്രാർത്ഥിക്കൂ.
എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ വേണം. എനിക്ക് മന്ത്യകാല രക്ഷ വേണം. ഹല്ലേലൂയ. ഭക്തൻ പാടിയ ഒരു പല്ലവിയുണ്ട്. യേശുവേ നീ സ്വർഗത്തിൽ എൻ്റെ നാമം എഴുതി ആരുമിടുക്കാതായി ഭാഗ്യമൻ സന്തോഷം ആരുമിടുക്കാതായി ഭാഗ്യമൻ സന്തോഷം. ഹൃദയംഗമായി പാടുവോ? ഹൃദയത്തിൽ തൊട്ടുരുമിയ പല്ലവി പുറത്തു വരുവാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് അതിനുള്ള പ്രാഗൽഭ്യമുണ്ട് ദൈവസന്നിധിയിൽ? യേശുവേ നീ സ്വർഗത്തിൽ എൻ്റെ നാമം എഴുതി ആരുമിടുക്കാതായി ഭാഗ്യമൻ സന്തോഷം. എൻ്റെയും പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണം എന്നാഗ്രഹിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. അങ്ങനെയുള്ളവർ, താല്പര്യമുള്ളവർ ദൈവസേനയിൽ പ്രാർത്ഥനയ്ക്കായി കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവിടെ ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി സ്തോത്രം. സഹോദരന്മാരുടെ ഭാഗത്ത് ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി സ്തോത്രം. സഹോദരിമാരുടെ ഭാഗത്ത് ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി സ്തോത്രം. ഈ കരമുയർത്തിയവരൊക്കെ ലോകത്തിലെ കൊടുമ്പാവികളായതുകൊണ്ടല്ല, തിരുവചനം മനസ്സിലായതുകൊണ്ടും അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഭാരം അറിയാവുന്നതും ദൈവസന്നിധിയിൽ കരങ്ങൾ. ഇനി ആരുണ്ട് കരമുയർത്തുവാൻ? ദൈവകൃപയിൽ നിറഞ്ഞുകൊണ്ട് കർത്താവേ എൻ്റെയും പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണം. കുഞ്ഞുങ്ങൾ പോലും കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക. അവിടെ കരമുയർത്തപ്പെട്ട പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. അവിടെയും കരമുയർത്തിയവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്നുള്ളവർ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ. നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഈ രണ്ടാമത്തെ രാത്രി യോഗം നിങ്ങൾക്കൊരു അനുഗ്രഹ വിഷയമായി ദൈവം തീർക്കുകയാണ്. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കാൻ അത്രയും സന്തോഷം. എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ട് എന്നുള്ള ധൈര്യം എനിക്കുണ്ട് എന്നുള്ള ഒരു കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ഹല്ലേലൂയ. കരമുയർത്തി എല്ലാവരും അങ്ങ് എഴുന്നേറ്റ് നിന്നേ. ഹല്ലേലൂയ. നാം ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ തുടങ്ങുകയാണ്. ആമേൻ. എൻ്റെയും പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണം എന്നാഗ്രഹിക്കുന്നവരും കൂട്ടത്തിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ടു ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള സമയമായത്. ദൈവകൃപയിൽ നിലനിന്നുകൊണ്ട് കർത്താവേ എൻ്റെയും പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണം, എൻ്റെ പേര് മായ്ച്ചു കളയരുതേ എന്നും പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. എല്ലാ കണ്ണുകളും അടയട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മെ ഒരുക്കാം. സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ നാമത്തെ ചൊല്ലി ജനത്തെ അനുഗ്രഹിക്കുന്നു. അവരാശ്രിതവയ്ക്കപ്പെടുമാറാകട്ടെ. ഇതിലൊന്ന് നരകയോഗ്യരാകരുതേ, ഇതിലൊന്ന് കൈവിടപ്പെട്ടു പോകരുതേ, ഇതിലൊന്ന് തള്ളപ്പെട്ടു പോകരുതേ. ദൈവകൃപയിലായിരിക്കണം ഒരുക്കണം. ഞങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കാൻ നന്ദിയോട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നല്ല ദാനങ്ങൾക്കായി സ്തോത്രം. എല്ലാം തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ക്രിസ്തുയേശു നാമത്തിൽ തന്നെ.